എൻ്റെ കർത്തവ്യങ്ങൾ പലതാണ്. മാസ്റ്റർ ഓഫ് സെറമണി, സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നു, DJ, കുറേയധികം തൊപ്പികൾ അണിയേണ്ടി വരും ഇന്ന്. സോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഒരാൾക്ക് ചെയ്യുന്നതിന് പരിധികളുണ്ട്. നിങ്ങളെല്ലാവരെയും ഓർലാൻഡോ ഹിന്ദു മലയാളി അഥവാ ഓം ഓർഗനൈസ് ചെയ്യുന്ന നമ്മുടെ സെക്കൻഡ് ഫാമിലി ഇവൻ്റായ ദീപാവലി സെലിബ്രേഷനിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുദീർഘമായൊരു പ്രസംഗമൊന്നും ഞാൻ നടത്തുന്നില്ല. സ്വാഗത പ്രസംഗം ഇതിൽ അവസാനിക്കുന്നു. ഇത് വളരെ ഒരു ഇൻഫോർമലായിട്ടുള്ളൊരു ഗെറ്റ് ടുഗദറാണ്. സാധാരണ നമ്മൾ മലയാളീസ് വളരെയധികം മസിലൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് എ ഗെറ്റ് ടുഗദർ. നമ്മൾ ഓർലാൻഡോയിലെ ഹിന്ദു മലയാളീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 36 ഫാമിലീസ് ഉണ്ട്. 36 ഫാമിലീസിൽ നമ്മുടെ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് 99% ഫാമിലീസ് ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എല്ലാവർക്കും എത്രത്തോളം താല്പര്യം ഈ ഒരു ഗ്രൂപ്പിനോടുണ്ട് എന്നുള്ളത്. നമുക്ക് നേരിട്ട് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ആദ്യമായി പ്രാർത്ഥനാ ഗാനം ആലപിക്കുവാൻ കാവ്യയെ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാവ്യ ഒരു അനുഗ്രഹീത ഗായികയാണ്, വളർന്നു വരുന്ന ഒരു കലാകാരിയാണ്. കാവ്യ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഒരു മലയാളം കൃഷ്ണഭക്തി ഗാനമാണ്. ആദ്യമായി കാവ്യ അത് പാടി കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ അത്ഭുതം തോന്നി. എങ്ങനെ അത് കാണാണ്ട് പഠിച്ചില്ലായിരുന്നു പാടിക്കൊണ്ടിരുന്നത് അല്ലേ?